അളിയാ എന്താ പരിപാടി? മീൻ പൊള്ളിക്കാന്ന് വിചാരിച്ചു. ഏതാ മീന്? CB. ഇത് നാട്ടില് എനിക്ക് ഇതിന്റെ പേരറിയത്തില്ല, പക്ഷെ സംഭവം അടിപൊളിയാണ്. പൊള്ളിക്കാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വാഴയിലൊക്കെ അവൈലബിൾ ആണ്. വാഴയിലില്ല, നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ട് പൊള്ളിച്ചു. അല്ലെ ആദ്യം ഫിഷ് ക്ലീൻ ചെയ്യുന്നു. ഓക്കെ, ഉപ്പിട്ട് മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നു. പിന്നെ നമ്മൾ ബേസിക് മസാല തേച്ച് ഇതൊന്ന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നു. ആ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ തന്നിട്ട് പൊള്ളിക്കാനുള്ള മസാല റെഡിയാക്കുന്നു. വാഴയില ഇല്ലാത്തതുകൊണ്ട് ഫോയിൽ പേപ്പറിലിട്ട് ഇത് പൊള്ളിച്ചെടുക്കുന്നു. പിന്നെ നമുക്ക് വേണ്ട തേങ്ങാപ്പാൽ റെഡിമെയ്ഡ് മേടിക്കുന്നില്ല, തേങ്ങയുണ്ട്. അത് നമുക്ക് തേങ്ങ ചിരകി അതിന് പിഴിഞ്ഞെടുത്ത് തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. ഓക്കെ, ഫുള്ള് നാച്ചുറൽ. ഏകദേശം വൃത്തിയായി, ക്ലീൻ ആയി. ഇനി നമുക്ക് നല്ല ഫ്രഷ് മീനാണ്, സീ ബ്രീം അല്ലേ? സീ ബീം. ക്ലീൻ കഴിഞ്ഞു. ഇനി ചെറുതായിട്ട് ഇതൊന്ന് കീറി കൊടുക്കാം, മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി. ചരിച്ച് മുറിക്കണമെന്നുണ്ടോ? നല്ല ഭംഗിയില്ലേ ചരിച്ച് മുറിഞ്ഞിക്കാൻ? ഇനി മസാല ചേർക്കാനുള്ള പരിപാടികളാണോ? അതെ, ഉപ്പിട്ടു, മഞ്ഞപ്പൊടി, നല്ല രീതി മുളക് പൊടി. നമ്മുടെ നാട്ടിലെ മുളക് പൊടിയാണോ അതോ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു? മില്ലിന്ന് പൊടിപ്പിച്ചെടുക്കുന്നത്. അടുത്ത മല്ലിപ്പൊടി. ഇത് എന്റെ അമ്മ പറഞ്ഞു തന്നെ കേട്ടോ. പണ്ട് നമ്മൾ ഈ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ വലിയ ടേസ്റ്റ് വരത്തില്ലായിരുന്നു. ഫ്രൈക്ക് ഒരു ചെറിയ പുളി വേണം. അപ്പൊ അമ്മ പറഞ്ഞു തന്നെ പിഴിപുളി പിഴിഞ്ഞ് മസാല റെഡിയാക്കിയ നല്ല ടേസ്റ്റാണ്. ഈ വെള്ളമാണ് ഞാൻ മസാല മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും വേണ്ടേ? വേണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ സായിക്കുട്ട റെഡിയാക്കിക്കോ. സായിമോനൊക്കെ മാറിയല്ലോ, ഇന്നലെ കൈലിമുണ്ടയിലായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുകയാണല്ലേ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാണ്. മസാല മിക്സ് ചെയ്യാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്യും. മസാല റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കുക. നല്ല രീതിയിൽ തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക. മനസ്സിലായോ? മസാല പുരട്ടി ഫിഷിനെ അതിനെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ ഇരിക്കട്ടെ 1 മണിക്കൂർ. ഓക്കെ, 1 മണിക്കൂറായി. ഫിഷ് സെറ്റ് ആയിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു പാനിലേക്ക്. ഇനി ഈ സാധനം തവ ഫ്രൈ ചെയ്തെടുക്കുന്നു. ചെറിയ ഫ്ലെയിമിൽ. ഫ്രൈ ആണോ അതോ പൊള്ളിച്ചാണോ? പൊള്ളിക്കുക, പക്ഷേ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് ഒരുപാടില്ല, മീറ്റ് പൊട്ടിപ്പോയിരിക്കാൻ വേണ്ടി. ചെറിയ ഫ്ലെയിമിൽ തവ ഫ്രൈ. ഓക്കെ, ഫ്രീക്കറായിട്ട് അടുക്കളയിൽ നിൽക്കുന്ന ഒരാളെ ആദ്യമായിട്ടാണ്. എന്താണ് സായി ചെയ്യുന്നത്? ഫിഷ് ഇനി വറുത്തെടുക്കുക. ഓക്കെ, അതിനുശേഷം പൊള്ളിക്കാനുള്ള മസാല, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഇതെല്ലാം കൂടെ ഈ വറുത്ത എണ്ണ ഉണ്ടല്ലോ ഇതിലിട്ടുണ്ടാക്കി എടുക്കുന്നു. അതിലേക്ക് തേങ്ങാപ്പാലോട് ഒഴിക്കുമ്പോൾ പൊള്ളിക്കാനുള്ള മസാല സെറ്റാവും. അതിനുശേഷം ഫോയിൽ പേപ്പറിലേക്ക് മസാല ആദ്യം ഇടുന്നു. അതിനുശേഷം ഒരു ഫിഷ് വെക്കുന്നു. അതിന്റെ മുകളിൽ പിന്നെ മസാല ഇട്ടു. പിന്നെ 2 സൈഡ് തിരിച്ചും മറിച്ചു വിട്ട് നമ്മളങ്ങ് പൊള്ളിച്ചെടുക്കും. ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഇത് നമ്മൾ തിരിച്ചിടുമ്പോൾ ഉടഞ്ഞു പോകുമല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു സൈഡ് നമുക്ക് ഏകദേശം ആയെന്ന് അറിയുമ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്യണം. ഇത് തണുത്തതിന് ശേഷം തിരിച്ചിടുക. ഏകദേശം ഒരു സൈഡായി കാണണം. തീ അങ്ങ് ഓഫ് ചെയ്തു. അതൊന്ന് തണുത്തിട്ട് നമ്മൾ തിരിച്ചിടുമ്പോൾ അതേപോലെ തന്നെ കിട്ടും, ഉടയത്തില്ല. ചോപ്പ് ചെയ്ത ഒനിയനും തക്കാളിയും റെഡി ആയിട്ടുണ്ട്. പച്ചമുളക് നീളത്തിൽ അരിയണം അല്ലേ?
ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയിലെ 50 ഡിഗ്രി സെൽഷ്യസ് ചൂടിലാണ് നിന്ന് ഞങ്ങൾ ഈ പണിയൊക്കെ ചെയ്യുന്നത്. തണുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് തിരിച്ചിടാൻ പോകും. അടിപൊളിയായിട്ട് ഇളകി വരും. നമ്മൾ വീണ്ടും ഈ സൈഡ് നൈസായിട്ട് ഫ്രൈ ചെയ്യുന്നു അല്ലേ? അതെ. ഇത് ചിരകിയ തേങ്ങ നെസ്റ്റോയിൽ നിന്ന് മേടിച്ചതാണ്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് അരച്ചിരുന്ന് പാലെടുക്കാം. ഓക്കെ, മിക്സിയിലിട്ട് അടിച്ചു. ഇനി അത് അരിച്ചെടുക്കണം. ഇനി നമ്മൾ പൊള്ളിക്കാനുള്ള മസാല റെഡിയാക്കുക. നമ്മൾ മൂന്നാമത്തെ മീൻ ഇവിടെ നൈസ് ഫ്രൈ ചെയ്യാനിട്ട് ബാക്കി നമ്മുടെ മസാലയുടെ മിക്സ് സെറ്റ് ചെയ്യണം അല്ലേ? നമ്മൾ മസാല ഉണ്ടാക്കാൻ പോകണം. നമ്മുടെ സഹായി അരിഞ്ഞു വെച്ച ഉള്ളി, തക്കാളി, ഇഞ്ചി, കൊച്ചുള്ളി, മുളക്, കടുക് പൊട്ടുമ്പോ ഇച്ചിരി ഉലുവ. ഓക്കെ, അതിനുശേഷം കുനുകുന ചോപ്പ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി. ഓക്കെ, അതൊന്ന് മൂത്ത് വരുമ്പോൾ സവാള, കൊച്ചുള്ളി, ഇതിന്റെ പരുവെന്ന് പറഞ്ഞോണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞു വരുന്നൊരു മണം ഉണ്ടല്ലോ, കളിയിൽ അടിക്കുന്നുണ്ടോ? അത് വരുമ്പോ സവാള ഇടുക. കൊച്ചുള്ളി കുനുകുന ചോപ്പ് ചെയ്ത സവാള ഇട്ട് കൊടുക്കണം. ഓക്കെ, കൊച്ചുള്ളി ഇട്ടു, സവാള ഇട്ടു, പച്ചമുളകും കൂടെ അങ്ങ് പോട്ടെ. അതാണ് ചോപ്പ് ചെയ്ത ഉള്ളി. കുറച്ച് അതങ്ങ് മാറ്റിയിട്ടേക്കാം. ബാക്കി ഫുള്ള് നമ്മളിടുന്നത്. തക്കാളി ലാസ്റ്റിലുണ്ടേ, അവനോട് ഇരിക്കട്ടെ. ബാക്കി ഇത് നല്ലതായിട്ട് അങ്ങോട്ട് വയറും. ഇത് സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് തോന്നുന്നു. ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ, കുറച്ചുപ്പ്. ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മുടെ ഫിഷിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പൊ അതും പൊള്ളിക്കാൻ ഉണ്ടാക്കുന്ന മസാലയിൽ ഇടുന്ന ഉപ്പും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പോയി കഴിഞ്ഞാൽ കുളമായിപ്പോ. ഫിഷ് ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ എടുക്കുമ്പോൾ മസാലയിൽ ഫിഷിന്റെ മണം അടിക്കുന്നു. മസാലയുടെ പരുവെന്ന് പറഞ്ഞാൽ കണ്ടോ. ഇനി ഇതിന്റെ കളർ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി മീനിന് ഇട്ട മസാല കുറെ ബാക്കി ഇരിപ്പുണ്ട്. അതും പിന്നെ കുരുമുളക് പൊടി വേണം, ഗരം മസാല വേണം. ഒരു കയ്യിൽ മസാല, മറ്റേ കയ്യിൽ മൂന്നാമത്തെ. ഒന്ന് അങ്ങോട്ടോ ഇന്ന് ഇങ്ങോട്ടോ പോയാൽ എല്ലാം കൊള്ളാം. മൾട്ടി ടാസ്ക്. ഓക്കെ, കുരുമുളക് പൊടി വേണം, ലേശം മഞ്ഞൾപ്പൊടി, ഗരം മസാല, വറ്റൽമുളക് പൊടിച്ചിടുകയാണ്. മുളക് പൊടി. ഓക്കെ, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. ഇത് നമ്മുടെ മെയിൻ ഗരം മസാല, നമ്മുടെ മെയിൻ ഐറ്റം കേട്ടോ. ഇച്ചിരി കൂടുതൽ കിടക്കട്ടെ. പെപ്പർ, കുരുമുളക് പൊടി. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനം. നല്ല എരി കാണും. ഇത് മഞ്ഞൾപ്പൊടി. ഓക്കെ, ഇനി നല്ലപോലെ മിക്സ് ചെയ്യുക. തേങ്ങാപ്പാൽ ഒരു സെറ്റ് ഇവിടെ റെഡിയാണ്. അടുത്തത് സായി ഇട്ടുകൊണ്ടിരിക്കും. മസാല ഇട്ടു. മസാല അത്യാവശ്യം മുരിഞ്ഞ മണം വന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി, നേരത്തെ അരച്ച ഫിഷിന്റെ മസാല നമ്മൾ ഇടുന്നു. മസാല നല്ല വെന്ത് വരുന്നുണ്ട്. ഇനി തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിക്കണം. രണ്ടാം പാൽ ഒഴിക്കുന്ന കളർ മാറുന്ന മാറ്റം കണ്ട. ഒന്നാം പാൽ. ഇനി ഇത് വെന്ത് കുറുകി വരുമ്പോൾ ഓഫ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ആ മറ്റേ ഫിഷ് കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇടണം അല്ലേ? ഫിഷ് പൊള്ളിക്കാനുള്ള ഫോയിൽ പേപ്പർ നമ്മൾ റെഡിയാക്കി വെച്ചു. നമ്മുടെ പൊള്ളിക്കാനുള്ള മസാല സെറ്റാക്കിയിട്ട് നോക്കി. അതിന്റെ ടെക്സ്ചർ നോക്ക്. അതെ. ഓക്കെ, ഇനി നമ്മൾ മസാല ഇതിലേക്ക് ബെഡ് ചെയ്യുക.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഫിഷ് എടുത്ത് വെക്കുക. ഒരു ഫിഷ് എടുത്ത് വെക്കുന്നു. ഓക്കെ, ഇതിന് മുകളിലേക്കും മസാല ചേർക്കണം. മസാല ഓയിലിട്ട് സെറ്റാക്കി. ഇത് നമ്മൾ ഓവനിലാണ് വെക്കുന്നത്. ഒരു അരമണിക്കൂർ ഓവനിൽ കിടന്ന് സെറ്റാകട്ടെ. ഓവനിൽ വെക്കും. അപ്പം നമ്മുടെ 3 മീനും റെഡിയാണല്ലേ? പടാ കഴിച്ചോക്കെ. ചൂടാ. ചൂട് പറക്കുന്ന കണ്ടോ? ഞാൻ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാം. അതായത് തൊടാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ അത് ഇച്ചിരി മസാല ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അയ്യവ, ചൂടാ, ഭയങ്കര ചൂടാ. സൈവാടാ, കഴിച്ചോക്കടാ. കഴിച്ചു. ചൂടാ. എങ്ങനെയുണ്ട്? ഗംഭീര അല്ലേ? കൊള്ളാം, അടിപൊളിയായിട്ട്. ഞാൻ വെച്ചോണ്ട് പറയല്ലേ, കൊള്ളാം, അടിപൊളിയായിട്ട്. നല്ല ഫ്രഷ് ഐറ്റം. വാവ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു പീസ് എടുക്കുക. മസാല ചേർത്ത് വെച്ച് നല്ല ചൂട്. അങ്ങനെ മസാല അങ്ങനെ ചേർത്തിട്ട് അടിപൊളി സൂപ്പർ. സെറ്റല്ലേ? എല്ലാവരും ട്രൈ ചെയ്യാം. സൗദിയിലുള്ള ഒരു സ്പെഷ്യലായിട്ട്. കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിലേ പറ്റുള്ളൂ. അടിപൊളി, സൂപ്പർ.